അപ്പോൾ ഹലോ എല്ലാവർക്കും നമസ്കാരം. എനിക്കറിയാം നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി, കറക്റ്റായിട്ട് പറയണേ ഏകദേശം 3 ആഴ്ചയായി. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ചധികം ഓട്ടം ഉണ്ടായിരുന്നു. അത് എന്തിൻ്റെ പറയാൻ ഓടിയെന്നൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വന്ന തൈറോയിഡിനെ കുറിച്ചാണ്. എനിക്കറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള ഒരു സംശയമാണ് തൈറോയിഡ് എന്നുള്ളത്. തൈറോയിഡ് കൂടുതലാണോ, തൈറോയിഡ് കുറവാണോ, എനിക്ക് തൈറോയിഡ് കൊണ്ടാണോ വണ്ണം വെക്കുന്നത്, എനിക്ക് തൈറോയിഡ് കൊണ്ടാണോ ഷുഗർ ഉണ്ടാകുന്നത്, ഞാൻ തൈറോയിഡ് കൊണ്ടാണോ മെലിയുന്നത്. ഇത്രമാത്രം തൈറോയിഡിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ നാട്ടിൽ എന്താണ് ഈ തൈറോയിഡിന് ഇത്ര പ്രാധാന്യമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഒരു 20-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കൺസേണിങ് ആയ ഒരു അസുഖമാണ് ഈ തൈറോയിഡ് എന്ന് പറയുന്നത്. അവർക്ക് വണ്ണം വെച്ചാലും, അവർക്ക് പീരീഡ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും, അവർക്ക് വിശപ്പ് കൂടിയാലും വിശപ്പ് കുറഞ്ഞാലും, നെഞ്ചരിച്ചിലുണ്ടായാലും നെഞ്ചുവേദന ഉണ്ടായാലും എല്ലാം അവരാദ്യം അന്വേഷിക്കുക 2 കാര്യങ്ങളാണ്. ഒന്ന് അവർക്ക് കൊളസ്ട്രോൾ ഉണ്ടോയെന്നും മറ്റൊന്ന് അവർക്ക് തൈറോയിഡ് ഉണ്ടോയെന്നും. ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ തൈറോയിഡ് എന്ന് പറയുന്ന അവയവത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആസ് എ ഡോക്ടർ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ലൈഫിൽ, അതായത് നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 അവയവങ്ങളാണ് ഉള്ളത്. ഒന്ന് ലിവറാണ്, മറ്റൊന്ന് തൈറോയിഡാണ്. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം ഈ തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്ന സാധനത്തിന് നമ്മുടെ സ്വഭാവത്തെ മുതൽ, നമ്മുടെ ഭക്ഷണത്തെ മുതൽ, നമ്മുടെ പെർഫോമൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം അഫക്റ്റ് ചെയ്യാൻ പറ്റും. ലിവറിനാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പറ്റുക. 2ാം സ്ഥാനം നമുക്ക് തൈറോയിഡിന് കൊടുക്കാം. ഈ തൈറോയിഡിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങൾ 2 ടൈപ്പായിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക. അപ്പം മെഡിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ ഒരു വലിയ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം തൈറോയിഡ് 2 തരമുണ്ട്. അതിലും പറയുമ്പോൾ ഒരു പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തൈറോയിഡ് ഉണ്ടോ എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. എന്താ നമ്മൾ ടെസ്റ്റ് ചെയ്യുക? TSH ടെസ്റ്റ് ചെയ്യും. TSH ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കാണിച്ചാൽ നമുക്ക് തൈറോയിഡ് ഇല്ല. അങ്ങനെയല്ല. ഒരു തരം തൈറോയിഡ് ഡിസീസസിന് മാത്രമേ TSH കൂടുകയുള്ളൂ, അല്ലെങ്കിൽ TSH കുറയുകയുള്ളൂ. കാരണം TSH എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ചെക്കിംഗ് അല്ല. ശരിക്കും പറഞ്ഞാൽ TSH എന്ന് പറഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. തൈറോയിഡിൻ്റെ അസുഖങ്ങൾ നമുക്ക് 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് മറ്റൊരാൾക്ക് നമ്മളെ കാണുമ്പോൾ നമുക്ക് തൈറോയിഡിന് പ്രശ്നമുണ്ടോ എന്ന് തോന്നിക്കാൻ മാത്രം തൈറോയിഡിനെ വലുതാക്കുന്ന അസുഖങ്ങൾ, വാട്ട് വി കോൾ അസ് ഗോയിറ്റർ. അതായത് തൈറോയിഡിനെ വലിപ്പം വെപ്പിക്കുന്ന അസുഖങ്ങളുണ്ട്. അതിനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അതിൽ TSH കൂടുന്ന അസുഖങ്ങളുണ്ട്, TSH കുറയുന്ന അസുഖങ്ങളുണ്ട്, TSH നോർമലായി നിൽക്കുന്ന അസുഖങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് TSH നോർമലാണെന്ന് കരുതി നമ്മുടെ തൈറോയിഡ് നോർമൽ ആണോന്നില്ല, നമുക്ക് ഗോയിറ്റർ ഉണ്ടായേക്കാം. അതൊരു കാര്യം. 2, ഈ ഗോയിറ്റർ ഉണ്ടാവാതെ തന്നെ, അതായത് നമ്മുടെ തൈറോയിഡിനെ വലിപ്പം വെപ്പിക്കാതെ തന്നെ തൈറോയിഡിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങളുണ്ട്. അതാണ് 2ാമത്തെ കാറ്റഗറി. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ 3 കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് TSH, ഒന്ന് T3, ഒന്ന് T4. അതിൽ ഈ T3യും T4ഉം ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് TSH. എന്താണ് ഈ TSH എന്ന് വിചാരിക്കുക. TSH ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ ഒരു ടീച്ചറിനെ പോലെയാണ്. അതായത് ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നാണ് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാകുന്നത്. ഈ തൈറോയ്ഡ് ഹോർമോണാണ് നമ്മളെ കറക്റ്റായിട്ട് എഴുന്നേൽപ്പിക്കുന്നത്, നമ്മളെ കറക്റ്റായിട്ട് ജോലി ചെയ്യിക്കുന്നത്, നമ്മുടെ ഭക്ഷണം കറക്റ്റായിട്ട് ദഹിപ്പിക്കുന്നത്, നമ്മുടെ മുടി വളർത്തുന്നത്, നമ്മുടെ പ്രായം കൺട്രോൾ ചെയ്യുന്നത്. ഇങ്ങനെ തൈറോയിഡിന് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ തൈറോയ്ഡ് ഗ്രന്ഥി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ബോസാണ് ഈ TSH എന്ന് പറയുന്നത്. TSH എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് കുറഞ്ഞു എന്ന് വിചാരിക്കുക. ആ കുറഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ തലച്ചോറിന് മനസ്സിലാവും തൈറോയ്ഡ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൈറോയ്ഡ് കുറയുമ്പം ശരീരം എന്ത് ചെയ്യും? TSHനോട് പറയും വേഗം ചെന്നിട്ട് തൈറോയിഡിനെ റെഡിയാക്കും. അപ്പോൾ TSH എന്ത് ചെയ്യും? ഓടിപ്പോയിട്ട് തൈറോയിഡിന് 2 അടി കൊടുക്കും. എന്നിട്ട് പറയും ഉറങ്ങരുത്, പെട്ടെന്ന് ജോലി ചെയ്യുമെന്ന് പറയും. അപ്പോൾ നമ്മുടെ TSH കൂടും. അതായത് നമ്മുടെ തൈറോയിഡ് ശരിക്കും വർക്ക് ചെയ്യാത്തപ്പോഴാണ് TSH കൂടുന്നത്. അതിനെയാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയാം. അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ TSH കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം തൈറോയിഡ് കൂടുതലാണെന്നല്ല, തൈറോയിഡ് കുറഞ്ഞിരിക്കുമ്പോഴാണ് TSH കൂടുന്നത്. ഇത് തന്നെ നമ്മൾ നേരെ തിരിച്ച് വിചാരിക്കുക. ഇപ്പോൾ നമ്മുടെ തൈറോയിഡ് നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് TSH നോർമലായിരിക്കും. പക്ഷേ തൈറോയിഡ് ഓവറായിട്ട് പണിയെടുക്കാൻ വിചാരിക്കുക, അനാവശ്യമായിട്ട് ഒരുപാട് ജോലി ചെയ്യുന്നു, അതും നമ്മുടെ തലച്ചോറിന് ഇഷ്ടമുള്ളൊരു പരിപാടിയല്ല. അപ്പം തലച്ചോറ് എന്ത് ചെയ്യും? ഈ TSH എന്ന് പറയുന്ന സാധനം വഴി തൈറോയിഡിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോഴേ ഒരുപാട് ജോലി ചെയ്യേണ്ട, കുറച്ച് ജോലി ചെയ്താൽ മതിയെന്ന്. അപ്പോൾ എന്ത് ചെയ്യും? TSH കുറയും. അപ്പോൾ TSH കുറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് തൈറോയിഡ് കുറവാണെന്നല്ല, നമ്മുടെ തൈറോയിഡ് ഓവറായി വർക്ക് ചെയ്യുന്നു എന്നാണ്. അതിൻ്റെ പേരാണ് ഹൈപ്പർ തൈറോയിഡിസം. അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രധാനമായും കണ്ടുവരുന്നത് ഈ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞു പോകുന്ന കണ്ടീഷൻ. അതാണ് നമ്മുടെ നാട്ടിലുള്ള തൈറോയിഡിൽ ഒരു 80% അത് തന്നെയാണ്. അതിനൊരു ഗുണമുണ്ട്, ഒരു ദോഷമുണ്ട്. ഗുണം എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ മരുന്നുകൾ കൊടുത്താൽ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ അതൊരു ലൈഫ് ലോങ് തെറാപ്പിയാണ്. അതായത് നമ്മൾ ജീവിതകാലം മുഴുവൻ അതിന് മരുന്ന് കഴിക്കേണ്ടി വരും. ഇപ്പോൾ കുട്ടികളാണെങ്കിലും 40 വയസ്സുള്ള ആളാണെങ്കിലും 70 വയസ്സുള്ള ആളാണെങ്കിലും വൺസ് ഹൈപ്പോ തൈറോയിഡിസം
കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ നമുക്ക് മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കാൻ പറ്റും. എങ്ങനെ? കൃത്യമായി തൈറോയ്ഡ് മോണിറ്റർ ചെയ്ത് തൈറോയിഡിൻ്റെ ഗുളിക നമുക്ക് ഡോസ് കുറച്ച് നമ്മുടെ ശരീരത്തിന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർമിസിബിൾ ഡോസ് ഉണ്ട്. ആ ഡോസിൽ എത്തിക്കാൻ പറ്റും. അല്ലാതെ ഒരിക്കൽ തൈറോയിഡിൻ്റെ മരുന്ന് ഡോക്ടർ വാങ്ങിച്ചു തന്നതും കഴിച്ച് 2, 3, 4, 5 വർഷം തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ഷുഗർ നോക്കിയില്ലെങ്കിലും പ്രഷർ നോക്കിയില്ലെങ്കിലും മസ്റ്റായിട്ട് 3 മാസം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ തൈറോയ്ഡ് നോക്കിയിരിക്കണം. നിങ്ങൾ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്ന ആളാണെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ തൈറോയ്ഡ് വർഷത്തിലൊരിക്കലും ചെക്ക് ചെയ്താൽ മതി. സോ അതാണ് ഹൈപ്പോ തൈറോയിഡിസം. രണ്ടാമത് ഹൈപ്പർ തൈറോയിഡിസം എന്നൊരു സാധനമുണ്ട്. അത് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. ഏകദേശം 15 to 20% കാണാറുള്ളൂ. ഹൈപ്പർ തൈറോയിഡിസം എന്നാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തൈറോയ്ഡ് ഓവറായിട്ട് ജോലി ചെയ്യുക. അതിൻ്റെ രോഗലക്ഷണങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. കൂടുതലായിട്ടും ജനിതകമായിട്ട് വരാം. ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നീർവീഴ്ച ഉണ്ടാകുന്ന ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് അതിൻ്റെ പ്രധാന കാരണങ്ങൾ. അതുവഴിയാണ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവുക. ഹൈപ്പർ തൈറോയിഡിസത്തിന് ഈ പറഞ്ഞ പോലെ ഒരു ഗുണവും ദോഷമുണ്ട്. ദോഷം എന്താണെന്ന് വെച്ചാൽ അത് ഈ ഹൈപ്പർ തൈറോയിഡിസം പോലെയല്ല, ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. അതായത് പെട്ടെന്നായിരിക്കും നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുക. നമ്മൾ ഭയങ്കരമായിട്ട് മെലിയും, നമുക്ക് ഭയങ്കരമായ വിശപ്പ്, അതുപോലെ ശരീരം ഭയങ്കരമായിട്ട് ചൂടാവുക, നെഞ്ചിടിപ്പ് വരിക, ശരീരം കുഴഞ്ഞു വീഴുക, അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഭയങ്കരമായിട്ട് നമ്മൾ അങ്ങ് വശം കെടുത്തുന്ന അസുഖമാണ് ഈ ഹൈപ്പർ തൈറോയിഡിസം. അതുപോലെ തന്നെ അതിനൊരു ഗുണമുണ്ട്. അത് നമുക്ക് ഒരു ദിവസം നിർത്താൻ പറ്റും. അതായത് മരുന്ന് കഴിക്കുന്ന ഒരു ദിവസം നിർത്താൻ കഴിയും എന്നതാണ് ഈ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ഒരു ഗുണം, ചില വേരിയൻസ് ഒഴിച്ചാൽ. അത് നമുക്ക് പിന്നെ അതിന് വേറെ ചില പ്രശ്നങ്ങളൂടെ ഉണ്ട്. ലൈക്ക് നമുക്ക് FNAC പോലത്തെ കാര്യങ്ങൾ ചെയ്ത് നോക്കേണ്ടി വരും. അതായത് തൈറോയ്ഡ് കുത്തി പരിശോധിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇതാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ഒരു ആകെ മൊത്തം ടോട്ടലായിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ, അതായത് നമ്മുടെ നാട്ടിൽ കൂടുതലായും സ്ത്രീകളിൽ കണ്ടുവരുന്ന ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് വണ്ണം വെക്കുക എന്നുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് ഓവറായിട്ട് വണ്ണം വെക്കുക. ഉദാഹരണത്തിന് ചിലപ്പോൾ 1 മാസം 1.5 മാസം കൊണ്ട് 3-4 കിലോ കൂടുക, അതൊരു ലക്ഷണമാണ്. നമുക്ക് വിശപ്പ് കുറഞ്ഞു വരിക, അതൊരു ലക്ഷണമാണ്. ഹെയർ ഫോൾ, മുടി കൊഴിച്ചിൽ, ഭയങ്കരമായ മുടി കൊഴിയുന്നത് ഞാൻ തന്നെ ഒരുപാട് പേര് കണ്ടിട്ടുള്ള, ഒരു മൈൻഡ് ചെയ്യത്തില്ല, അവസാനം കഷൻ്റെ ആകുമ്പോഴായിരിക്കും അറിയുന്നത്. ഹൈപ്പോ തൈറോയിഡിസം മുടി കൊഴിച്ചിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അതേപോലെ തന്നെ നമ്മുടെ ശാരീരിക ശേഷി കുറഞ്ഞു വരിക. ഇപ്പം പുരുഷന്മാരിലെ ഹൈപ്പോ തൈറോയിഡിസം അങ്ങനെ വരാറില്ല, എന്നാലും പുരുഷന്മാരിലെ ഹൈപ്പോ തൈറോയിഡിസം വന്നാൽ ലൈംഗിക ശേഷി കുറയുക. അതേപോലെ തന്നെ പുരുഷന്മാരിലാണെങ്കിൽ സ്ത്രീകളിലാണെങ്കിലും അവരുടെ പെർഫോമൻസ് കുറയുക. ഇപ്പോൾ ജോലിയിലാണെങ്കിലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലാണെങ്കിലും അവരുടെ പെർഫോമൻസ് കുറയുക. അതുപോലെ തന്നെ കുട്ടികളിലാണെങ്കിൽ കോൺസെൻട്രേഷൻ കുറയുക, അവരുടെ വളർച്ച കുറയുക, പൊക്കം കുറയുക, കൈക്കും കാലിനും ഭയങ്കരമായ വേദന വരിക, IQ കുറയുക. ഇതൊക്കെ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഹൈപ്പോയിൽ വണ്ണം കുറയുമെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഹൈപ്പോയിൽ വണ്ണം കൂടുമെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ആകുമ്പോൾ വണ്ണം ഒരുപാട് കുറയും. ഭയങ്കരമായ നെഞ്ചിടിപ്പ് വരാം, ഭയങ്കരമായ ഉഷ്ണം, ശരീരം ഭയങ്കരമായിട്ട് ക്ഷീണിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഹീറ്റ് ഇൻടോളറൻസ്, അതായത് നമുക്ക് ചെറിയൊരു ഉഷ്ണത്തിൽ പോലും നമുക്ക് നിൽക്കാൻ പറ്റാതാവുക, ഭയങ്കരമായിട്ട് വിയർക്കുക, നെഞ്ചിടിപ്പ്, ഛർദിൽ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഹൈപ്പർ തൈറോയിഡിസത്തിലുണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സ്ത്രീകളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് ഒരു പീരീഡ്സിലുള്ള വ്യത്യാസങ്ങൾ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഏത് ലക്ഷണം വരുന്നതിന് മുമ്പും സ്ത്രീകളിൽ ആദ്യം ഉണ്ടാകുന്ന ചേഞ്ചുകളിലൊന്ന് നമ്മുടെ പീരീഡ്സ് തെറ്റിപ്പോകുക എന്നുള്ള. മിക്ക ആളുകളും അത് PCOD ആണെന്ന് തെറ്റിദ്ധരിച്ച് അതിന് വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ ഇരിക്കും. കാരണം ഇപ്പോൾ മിക്ക സ്ത്രീകൾക്കും ഒരു അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴൊക്കെ PCOD കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ പീരീഡ്സ് മിസ്സാകുമ്പോൾ അവർ PCOD ആണെന്ന് കരുതിയിരിക്കും. അങ്ങനെയല്ല, അത് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. സോ അത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളിൽ ഹൈപ്പോ തൈറോയിഡിസോ ഹൈപ്പർ തൈറോയിഡിസോ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാന്നുള്ളതാണ്. ഒരുപാട് കുട്ടികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കുട്ടികൾ പഠിക്കാൻ ഭയങ്കര പിന്നോട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് വരെ നന്നായിട്ട് പഠിച്ച കുട്ടിയായിരിക്കും, പെട്ടെന്ന് അവൻ പഠിത്തത്തിൽ പുറകോട്ട് പോവുക. അല്ലെങ്കിൽ സാധാരണ കുട്ടികളെക്കാളും പൊക്കം കുറഞ്ഞ കുട്ടികൾ, അതുപോലെ കുഞ്ഞ് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ അവന് വണ്ണം വെക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻറ്റ്സ് കുട്ടികളാകുമ്പോൾ നമ്മൾ വലുതായിട്ട് കെയർ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എത്ര വയസ്സുള്ള കുട്ടിയാണെങ്കിലും, 1 വയസ്സാണെങ്കിലും 1.5 വയസ്സാണെങ്കിലും 15 വയസ്സാണെങ്കിലും നിങ്ങൾ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തേ മതിയാവും. അതൊരു മസ്റ്റാണ്. അതുപോലെ തന്നെയാണ് പ്രായമായവരുടെ കാര്യത്തിൽ. പ്രായമായവർ പലരും 60 വയസ്സിന് ശേഷമുള്ളവർ നെഞ്ചിരിപ്പുണ്ടെന്ന് പറയുമ്പോഴും, ശരീരം ഭയങ്കര ഉഷ്ണമുണ്ടെന്ന് പറയുമ്പോഴും, അതുപോലെ തന്നെ വിശപ്പില്ലായ്മ ഉണ്ടെന്ന് പറയുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് പ്രായത്തിൻ്റെ ഒരു കാര്യമാണ്. അതാണ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറ്റി നിർത്തും. അങ്ങനെയല്ല. അവർക്ക് പ്രായത്തിൻ്റേതല്ലാതെ ഹൈപ്പർ തൈറോയിഡിസം കൊണ്ടും അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം കൊണ്ടും ഈ ലക്ഷണങ്ങൾ ഉണ്ടാവാം. സോ അത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കുക. അതുപോലെ തന്നെയാണ് ഈ ഹൈപ്പർ
തൈറോയിഡിസം എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ റെയറായിട്ട് ഈ തൈറോയ്ഡ് ട്യൂമറിൻ്റെയും ഒരു ലക്ഷണമാണ്. പലതരം തൈറോയ്ഡ് ക്യാൻസറുകളുണ്ട്. അതിൽ ചില ക്യാൻസറുകളുടെ ലക്ഷണവും ഹൈപ്പർ തൈറോയിഡിസം ആയിരിക്കാം. സോ അതുകൊണ്ട് ഈ തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. നേരത്തെ കണ്ടെത്തിയില്ലെങ്കിൽ അത് ഭയങ്കര വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് പ്രായമായവരിൽ അതും ശ്രദ്ധിക്കണം. ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഒരു ഡോക്ടറെ കാണണം. പറ്റുമെങ്കിൽ ഒരു USG നെക്ക് തന്നെ ചെയ്യണം, അതായത് കഴുത്തിൻ്റെ സ്കാൻ ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ആൾക്കാർ ഈ ഡയബറ്റീസ് ഉള്ളവരാണ്. പല ആളുകളെയും പലതെന്ന് പറഞ്ഞാൽ കൗണ്ട്ലെസ് ഒരുപാട് ആളുകളെയും കണ്ടിട്ടുണ്ട്. അവർ ഷുഗർ കൺട്രോൾ ആവില്ല, എന്ത് മരുന്ന് കഴിച്ചാലും ഷുഗർ കൺട്രോൾ ആവില്ല. അവരങ്ങനെ നടക്കും ഷുഗറിൻ്റെ മേൽ പരിചയമായിട്ട്. മിക്ക ആളുകൾക്കും ഈ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് കൺട്രോൾഡ് ആയിരിക്കില്ല. തൈറോയ്ഡ് കൺട്രോൾ ആയില്ലെങ്കിൽ നിങ്ങളുടെ ഷുഗറും പ്രഷറും ഒരു കാരണവശാലും കൺട്രോൾ ആവില്ല. സോ അതുകൊണ്ട് അൺകൺട്രോൾഡ് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഉള്ളവർ, അതായത് ഷുഗറും പ്രഷറും മരുന്നുകൾ കഴിച്ചിട്ടും കൺട്രോൾ ആവില്ല എന്ന് സംശയമുള്ളവരും ഈ തൈറോയിഡിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക കോഷൻ എടുക്കുക. പറ്റുമെങ്കിൽ എല്ലാവരും ഈ ജനിച്ച് അന്നു മുതൽ ഒരു 90 വയസ്സുള്ള ആളാണെങ്കിലും വർഷത്തിലൊരിക്കലെങ്കിലും TSH മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് വളരെ പ്രധാനപ്പെട്ടാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു പോയത്, ഈ കൈയുടെയും കാലിൻ്റെയും പെരുപ്പും തരിപ്പും ഇതുള്ളവരും നിങ്ങൾ ഈ കൊളസ്ട്രോളിൻ്റെ പുറത്ത് എല്ലാ കുറ്റവും കൂടെ ചാരാതെ തൈറോയിഡോട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ തൈറോയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസിനെ, അതായത് നമ്മുടെ ഭാര്യയോടും കുട്ടികളോടും ഭർത്താക്കന്മാരോടും ഒക്കെ കാണിക്കുന്ന ദേഷ്യം, വാശി, സങ്കടം, സന്തോഷം ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹോർമോണാണ്. സോ അതുകൊണ്ട് സന്തോഷകരമായൊരു ജീവിതം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ തൈറോയ്ഡ് ചേട്ടനെ ലിവർ ചേച്ചിയെ ഒന്ന് ചെക്ക് ചെയ്യുക. അത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. കിട്ടിയാൽ ഊട്ടിയില്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന പോലെ പോയാൽ 100-200 രൂപ പോകും. കിട്ടിയാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറേ വർഷങ്ങൾ നന്നായി ജീവിക്കാൻ പറ്റും. നാളെ ഒരിക്കലും നിങ്ങൾക്ക് ആർക്കും റിഗ്രറ്റ് ചെയ്യേണ്ടി വരരുത്. അയ്യോ ഞാൻ നേരത്തെ കണ്ടുപിടിച്ചില്ലല്ലോ. അതുതന്നെയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾ ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്, അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കുറേയൊക്കെ പറയാൻ പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം. ബാക്കിയൊക്കെ എനിക്കറിയാത്തതാണെങ്കിൽ എൻ്റെ സീനിയേഴ്സിനോട് ചോദിച്ചിട്ടും പറഞ്ഞു തരാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ വീഡിയോ.